മനുഷ്യന്റെ വികാരങ്ങള് അല്ലേ, അതെ. അതിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു മാനവികതാവാദം ഉണ്ടാവുകയായിരുന്നു. അപ്പം ദൈവകേന്ദ്രീകൃതമായ ആ കാഴ്ചപ്പാടിൽ നിന്ന് മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു കാഴ്ചപ്പാടിലേക്കുള്ള പരിവർത്തനമാണ് നമ്മുടെ ഈ മാനവികതയുടെ അടിസ്ഥാനം. ഇപ്പൊ വിയോജിപ്പുകൾക്കും വിമർശനങ്ങൾക്കും എല്ലാം അതിനകത്ത് സ്ഥാനം ലഭിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ അരിസ്റ്റോട്ടലിന്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു അല്ലെ. ഗ്രീസിൽ ജീവിച്ചിരുന്ന ചിന്തകനായിരുന്നു അരിസ്റ്റോട്ടില്. അപ്പോ അദ്ദേഹത്തിന്റെ ആശയങ്ങള് ഈ നവോത്ഥാന കാലത്ത് എന്താണ് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തതാണ് അരിസ്റ്റോട്ടലിന്റെ ആശയങ്ങള്. ഹലോ, കേൾക്കാം. ഓക്കെ. അപ്പോ ഇദ്ദേഹം ഈ അരിസ്റ്റോട്ടില് അറിയപ്പെടുന്നത് എന്തിന്റെ ഫാദറായിട്ട് അറിയപ്പെടുന്നതെന്ന് അറിയാവോ? ബയോളജി. അതെ, ബയോളജിയുടെ ഫാദറായിട്ട് അരിസ്റ്റോട്ടിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. പക്ഷെ അദ്ദേഹം ഫിലോസഫറുമാണ്. ഇപ്പൊ ഈ പ്രാചീന ഗ്രീക്കോ റോമൻ ഗ്രന്ഥങ്ങള് ജനങ്ങൾ വർദ്ധിച്ച താല്പര്യത്തോടെ വായിച്ചു. നമ്മൾ പറഞ്ഞായിരുന്നല്ലേ, അവരുടെ പ്രാചീനമായിട്ടുള്ള ആ ഗ്രന്ഥങ്ങളൊക്കെ ഈ അവിടുന്ന് ഈ ചിന്തകന്മാര് പലായനം ചെയ്തു പോയി അല്ലെ. മറ്റേ നമ്മുടെ തുർക്കി അറ്റാക്ക് ചെയ്തപ്പോ പലായനം ചെയ്തു പോയി, അവിടെ പ്രചരിക്കാൻ തുടങ്ങി. അപ്പൊ ഈ അരിസ്റ്റോട്ടലിന്റെ ആശയങ്ങള് അറബികള് ട്രേഡേഴ്സ് ആണല്ലോ പണ്ട് പോലെ. അപ്പൊ ഇവര് വഴി യൂറോപ്പിൽ പ്രചരിക്കാൻ തുടങ്ങി അരിസ്റ്റോട്ടലിന്റെ ആശയങ്ങള്. മാനവികതാവാദികള്, ഹ്യൂമനിസം എന്താണ് അത് വാദിക്കുന്നവര് പ്രാദേശിക ഭാഷകളിൽ കൃതികൾ രചിക്കുക. അപ്പം കൂടുതൽ ഈ സാധാരണക്കാർക്ക് അത് മനസ്സിലാവും. പിന്നെന്താണ്, ഗ്രീക്കോ റോമൻ ശൈലിയിൽ ചിത്രങ്ങൾ വരയ്ക്കുക. അപ്പൊ ഗ്രീക്കോ റോമൻ, അപ്പം ആ പഴയ ഒരു ടച്ചില് ആണ് അവർ വരയ്ക്കുന്നത് അല്ലെ. അവരുടെ ആ ഒരു സങ്കല്പം ഉണ്ടല്ലോ, ദൈവങ്ങളുടെ ഒക്കെ ഒരു സങ്കല്പം ഉണ്ട്. എന്നാലും അവർ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോഴും എന്തിനായിരുന്നു? മനുഷ്യപരമായ വികാരങ്ങൾക്കായിരുന്നു പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ പഴയ സമയത്ത് ആ എന്താണ് ദൈവത്തിനെയും സമ്പന്നരെയും ശക്തരെയും ഒക്കെ ആയിരുന്നു ചിത്രീകരിക്കുന്നത്. പക്ഷെ നവോത്ഥാന കാലയില് എന്തോ ചെയ്തു? ഈ മനുഷ്യരെ തന്നെ സ്വാഭാവികതയോടെ ചിത്രീകരിക്കുക ചെയ്തത്. അപ്പോ നമുക്കത് നോക്കാം ഇനി എന്തൊക്കെയാണെന്ന് ആ വന്ന മാറ്റങ്ങൾ. ഇപ്പൊ നവോത്ഥാന കല ഇവിടെ കണ്ടില്ലേ, നമ്മുടെ ഈ മധ്യകാലത്തെ ചിത്രം, അതായത് ഈ മതം ബേസ് ചെയ്ത് ഉള്ള ആ ഒരു സൊസൈറ്റിയിലെ ചിത്രം കണ്ടില്ലേ? വിശുദ്ധ കന്യാമറിയവും യേശുക്രിസ്തുവാണ് കണ്ടോ. ഈ ചുറ്റും മാലാഖമാരാ നിൽക്കുന്നത്. പക്ഷേ നവോത്ഥാന കാലത്തിലെ ഒരു ചിത്രം നോക്കിയാലോ, അതിലാരെയും കാണിച്ചേക്കുന്നത്? ഒരു അമ്മയും കുഞ്ഞും അല്ലെ, മനുഷ്യരാ. മധ്യകാലത്തെ ഈ ചിത്രം എന്താണ്? മാലാഖമാര്, സ്വർഗീയത, ഇങ്ങനത്തെ ആത്മീയ ഘടകങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. പക്ഷെ നവോത്ഥാന കാലത്തിലേക്ക് എത്തിയപ്പോഴോ ആ ശരീരത്തിന്റെ സൗന്ദര്യം, മൗലികത, പിന്നെന്താണ് വർണ്ണങ്ങളുടെ ഒരു പ്രയോഗം അല്ലെ, അതായത് ഒറിജിനലുമായിട്ട് അടുത്ത് നിൽക്കുന്ന കളറാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പോ ഈ രീതിയിൽ നവോത്ഥാന കാലത്ത് ചിത്രകല, ശില്പകല, വാസ്തുവിദ്യ ഇതിലെല്ലാം തന്നെ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. യൂറോപ്പിലെ മെയിൻ നഗരത്തിൽ ഒന്നായ ഫ്ലോറൻസ് കേട്ടോ, ഫ്ലോറൻസ് നഗരമായിരുന്നു ഇറ്റലിയിലെ നവോത്ഥാന കലയുടെ പ്രധാന കേന്ദ്രം കേട്ടോ, ഫ്ലോറൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പല നഗരങ്ങളുടെ കാര്യം പറഞ്ഞായിരുന്നല്ലേ, ഓർമ്മയുണ്ടോ അതൊക്കെ? ഇറ്റാലിയൻ കുടുംബങ്ങളും വളർന്നു വന്നത്, അതൊക്കെ ഒന്ന് നോക്കി വെക്കണം കേട്ടോ. മെഡിച്ചി, ഫ്ലോറൻസ്, അതുകൊണ്ടാണ് ഞാനത് ഇപ്പൊ ഓർത്തത്. ഫ്ലോറൻസ് നഗരം, മെഡിച്ചി ഫാമിലി, പിന്നെ സ്ഫോർസ ഫാമിലി, അത് മിലാനില്, പിന്നെ ഏതാണ് ഫർണീസി പാർമയില്, പിന്നെ ഓർസീനി നേപ്പിൾസ്, വിസ്കോന്തി മിലാന്. ഓക്കെ, അപ്പം നമ്മുടെ പ്രധാന വാണിജ്യ കേന്ദ്രത്തിൽ ഒന്നാണ് ഫ്ലോറൻസ് കേട്ടോ, ഫ്ലോറൻസ് ഇറ്റലിയിലെ നവോത്ഥാന കലയുടെ പ്രധാന കേന്ദ്രം. അതിനുശേഷം നമുക്ക് നോക്കാനുള്ള എന്താണ്? ചിത്രകലയാണ്, ചിത്രകല. അപ്പോ ഈ മാനവികത ഏറ്റവും ശക്തമായിട്ട് പ്രതിഫലിച്ച ഒരു മേഖലയായിരുന്നു നമ്മുടെ ഈ ചിത്രകല എന്ന് പറയുന്നത്. അപ്പോ എത്രത്തോളം മനുഷ്യരൂപങ്ങളെ കൃത്യമായിട്ട് വരയ്ക്കാൻ സാധിക്കുമോ അത്രത്തോളം സൂക്ഷ്മതയോടുകൂടിയാണ് ഇവരത് വരയ്ക്കാൻ നോക്കിയത്. അപ്പോ നമ്മുടെ ഈ ആൻഷ്യന്റ് ഗ്രീക്കിലുള്ളവര് ഈ അനാട്ടമിയില് ഭയങ്കര നമ്മുടെ മനുഷ്യ ശരീരം, അതിന്റെ ആ ശരീരശാസ്ത്രത്തിൽ ഇവര് ഭയങ്കര അറിവായിരുന്നു അവർക്ക്. നമ്മുടെ ഡാവിഞ്ചിയുടെ കാര്യം നിങ്ങൾക്ക് കേട്ടുണ്ടോ? ഡാവിഞ്ചിയുടെ കാര്യം
ഹലോ മൊണാലിസ ഒക്കെ വരച്ച എന്തോ മൊണാലിസ വരച്ച ആള്. പുള്ളി എല്ലാ ഫീൽഡിലും പുള്ളി ഭയങ്കര ജീനിയസ് ആയിരുന്നു കേട്ടോ. പുള്ളി ഈ ഡെഡ് ബോഡീസ് ഒക്കെ എടുത്തുകൊണ്ട് പോകും. എന്തിനാണെന്നറിയോ? ഇതിനകത്തെ പാർട്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് അത് നോക്കി വരയ്ക്കും. അങ്ങനെ അദ്ദേഹം ഒരു 30ഓളം ശവശരീരങ്ങൾ ഇങ്ങനെ കീറി മുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞതാ കേട്ടോ, പഴയ കാലത്ത് ആ ഗ്രീക്കുകളുടെ ആ ഒരു സയന്റിഫിക് ടെമ്പർ, അവർക്ക് ആ എന്താണ് സയൻസിനോട് ഉള്ള താല്പര്യം പറഞ്ഞത്. അപ്പോൾ ഈ അനാട്ടമിയിലുള്ള അവരുടെ അറിവ് എന്തിനു സഹായിച്ചു? യുക്തിചിന്തയും അല്ലെ, യുക്തിചിന്തയ്ക്കും പിന്നെ മെഡിക്കൽ സയൻസ് ഡെവലപ്പ് ആവാനും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. അപ്പോ നമ്മൾ ഇഹലോകത്ത് അല്ലെ, നമ്മൾ പ്രസന്റ് ആയിട്ടിരിക്കുന്ന ഈ ഒരു ലോകത്തിലെ മൂല്യങ്ങൾക്ക്, അല്ലാതെ സ്വർഗത്തിലെ കാര്യങ്ങളല്ല, ഇഹലോകത്തിലെ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. അപ്പോ ഈ മാനവികതയുടെ സ്വാധീനം കാരണം, മനുഷ്യരെ ബേസ് ചെയ്തുള്ള ചിന്തയാ അല്ലെ, ഈ സ്വാധീനം കാരണം എന്താണ്, കലാസൃഷ്ടികൾ കൂടുതൽ കൃത്യതയുള്ളതായി. അത് മാത്രമല്ല, ഇമാജിനേഷനും അല്ല, യാഥാർത്ഥ്യത്തോട് അല്ലെ, റിയാലിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന കലാസൃഷ്ടികൾ ഉണ്ടാവാൻ തുടങ്ങി. അപ്പൊ ദൈവ സിദ്ധാന്തത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പ്രമേയമായിരുന്നു നേരത്തെ അല്ലെ, ഈ മാനവികതയ്ക്ക് മുന്നേ ഉള്ള കലാകാരന്മാരെ തെരഞ്ഞെടുത്തുകൊണ്ടിരുന്നത് അല്ലെ. അപ്പോ നമ്മുടെ ഈ നവോത്ഥാന കാലത്ത് വന്ന ചിത്രങ്ങളുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ലാൻഡ്സ്കേപ്പുകൾ അല്ലെ, പ്രകൃതി ദൃശ്യമൊക്കെ. പിന്നെന്താണ്, ഈ പ്രകാശം കൊണ്ട് നമുക്ക് ദൂരത്തുള്ളതും അടുത്തുള്ളതും ഒക്കെ പ്രകാശത്തിന്റെ ആ ഒരു ഇന്റൻസിറ്റി കൂട്ടിയും കുറച്ച് ഇവർക്ക് കാണിക്കാൻ പറ്റും അല്ലെ. അപ്പം ഓർത്തോളം എത്രത്തോളം റിയാലിറ്റിയോട് അടുത്ത് നിൽക്കുന്ന ഒരു ചിത്രമാണ് ഇവര് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നാണ് നമ്മൾ ഓർക്കേണ്ടത് അല്ലെ. പിന്നെ മനുഷ്യ ശരീരത്തിന്റെ യഥാർത്ഥ ചിത്രീകരണം നമ്മൾ പറഞ്ഞു, അനാട്ടമിയുടെ കാര്യം പറഞ്ഞു. പിന്നെ എണ്ണച്ചായം നമ്മുടെ നാട്ടിലും ഉണ്ട് അല്ലെ, വലിയ ഒരു ചിത്രകാരനുണ്ട്, ഉണ്ടായിരുന്നു, രാജാ രവിവർമ്മ. അതെ, അദ്ദേഹവും ഈ ഓയിൽ പെയിന്റിങ്ങിലെ പേര് കേട്ട ഒരു ചിത്രകാരനാണ് അല്ലെ. അദ്ദേഹത്തിന്റെ ഫേമസ് പെയിന്റിങ്സ് ഒക്കെ അറിയാവോ? ഇതാ അച്ഛൻ വരുന്നു എന്ന് പറഞ്ഞൊരു പടമുണ്ട്, ഒരു കൊച്ചിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോ കുറെ ഉണ്ട് കേട്ടോ. ശകുന്തള, പിന്നെ ഒരു സ്ത്രീ ഇങ്ങനെ ഒരു പഴം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇത്, പിന്നെ ദമയന്തിയും ഹംസവും കൂടെ നിൽക്കുന്നത്, അതൊക്കെ ഫേമസാ. ഓക്കെ, അപ്പോ എണ്ണച്ചായത്തിന്റെ ഉപയോഗം. പിന്നെന്താണ്, ഛായാചിത്രങ്ങൾ കേട്ടോ, ഛായാചിത്രം. പിന്നെന്താണ്, നമ്മുടെ മനുഷ്യരൂപത്തിലുള്ള ദൈവം, മനുഷ്യരൂപത്തിലുള്ള ദൈവത്തിന്റെ ചിത്രീകരണം. അതൊക്കെയാണ് നമ്മുടെ നവോത്ഥാന കാലത്തിലെ ചിത്രങ്ങളുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഫീച്ചേഴ്സ്. അപ്പോ അഗണി ഇൻ ദ ഗാർഡൻ എന്ന് പറയുന്ന ചിത്രം വരച്ചത് നമ്മുടെ ഇറ്റാലിയൻ ചിത്രകാരനായ ജിയോവാനി ബെല്ലിനിയാണ് കേട്ടോ. അത് ചിലപ്പോൾ ചോദിച്ചെന്ന് വരാം. ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകാരനായ ജിയോവാനി ബെല്ലിനി. അഗണി ഇൻ ദി ഗാർഡൻ, പൂന്തോട്ടത്തിലെ വേദന. ഒലിവ് പർവ്വതത്തിൽ ക്രിസ്തു മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യന്മാരെ അദ്ദേഹത്തിന്റെ സമീപത്ത് ഉറങ്ങുന്നു. ക്രിസ്തുവിനെ പിടികൂടാൻ റോമൻ പടയാളികൾ വരുന്നതും പശ്ചാത്തലത്തിൽ കാണാം. കണ്ടോ, ദൂരെ ഈ പടയാളികൾ വരുന്നുണ്ട്, അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകാരനായ പിയറോ ഡെല്ല ഫ്രാൻസെസ്കയുടെ പ്രശസ്തമായ ഒരു ചിത്രമാണ് ഈ കാണിച്ചേക്കുന്നത്, ഡിപ്റ്റിക് ഓഫ് ഫെഡറിക്കോ ഡ മോണ്ടെഫെൽട്രോ, ബാറ്റിസ്റ്റ സ്ഫോർസി. രണ്ട് ഇതാണേ. അപ്പൊ ഈ ചിത്രം വരച്ച ആരാണ്? ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകാരനായ പിയറോ ഡെല്ല ഫ്രാൻസെസ്ക. ഓക്കെ, അവര് മനുഷ്യരെയാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തേക്കുന്നത് അല്ലെ. അപ്പോ ഈ ജിയോട്ടോയുടെ ചിത്രങ്ങളിലാണ് ആദ്യമായിട്ട് ഗ്രീക്കോ റോമൻ സ്വാധീനം വരുന്നത് കേട്ടോ. ഗ്രീക്കോ റോമൻ സ്വാധീനം പ്രകടമാവുന്നത്. പിൽക്കാലത്ത് ചിത്രകലാരംഗത്തേക്ക് വന്ന എല്ലാവരെയും സ്വാധീനിച്ച ചിത്രകാരൻ പക്ഷെ ആരായിരുന്നു? മസാച്ചിയോ എന്ന് പറയുന്ന ചിത്രകാരനായിരുന്നു കേട്ടോ. അപ്പോ അദ്ദേഹത്തിന്റെ ചുമർ ചിത്രങ്ങള് വൃത്താകാരത്തിലുള്ളവയും
ആ പ്രതലത്തിൽ നിന്ന് 3D കേട്ടോ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആയിട്ട് തോന്നുന്നതായിരുന്നു. 3D ഇമേജ് ആയിരുന്നു അദ്ദേഹം വരയ്ക്കുന്നത്. ആരെ? മസാച്ചിയോ. അപ്പൊ ദൈനംദിന ജീവിതത്തില് ഉള്ള അവരുടെ അനുഭവങ്ങൾ പേർന്ന മനുഷ്യരൂപങ്ങളെയാണ് അദ്ദേഹം ചിത്രീകരിച്ചത്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞിരുന്നല്ലേ, ഡാവിഞ്ചിയുടെ കാര്യം പറഞ്ഞായിരുന്നു. അദ്ദേഹത്തിന്റെ ഫേമസ് ചിത്രങ്ങളാണ് ഏതൊക്കെ? മൊണാലിസ, അന്ത്യ അത്താഴം, അതൊക്കെ ഫേമസ് ചിത്രങ്ങളാണ് അദ്ദേഹത്തിന്റെ. ഈ മൊണാലിസയുടെ തന്നെ വെച്ച് ഒത്തിരി നിഗൂഢതകളൊക്കെ ഒരു സമയത്തുണ്ടായിരുന്നു. ഭയങ്കര എന്താണ് ഈ രഹസ്യം ഒളിപ്പിച്ച് വെച്ചേക്കുക, ചിത്രത്തിൽ കുറെ രഹസ്യമുണ്ട്. അതിപ്പോ ഈ അന്ത്യ അത്താഴത്തിന്റെയും കാര്യത്തിൽ പറയുന്നുണ്ട്. ഒരുപാട് രഹസ്യങ്ങളൊക്കെ അദ്ദേഹം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അൾട്രാവയലറ്റ് വെച്ചിട്ടൊക്കെ ഈ പടം നോക്കിക്കഴിയുമ്പോൾ അതിനകത്ത് ആദ്യമേ വരച്ചിരുന്ന ചിത്രങ്ങളുണ്ട്. അത് മായ്ച്ചിട്ടാണ് അദ്ദേഹം ഈ അന്ത്യ അത്താഴം ഈ അവസാനം നമ്മൾ കാണുന്ന ഈ ഒരു പടമാക്കി എടുത്തത്. ഒരു സിനിമയുണ്ട് ഡാവിഞ്ചി കോഡ് എന്നും പറഞ്ഞു. നമ്മുടെ ഈ അന്ത്യ അത്താഴം ആ ഒരു ചിത്രത്തിൽ അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്ന എന്താണ്? നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് യേശുക്രിസ്തു തന്റെ ശിഷ്യരോട് പറയുവാണ്. അപ്പോൾ ഇവരെ ഓരോ മനുഷ്യരുടെ ഓരോ ശിഷ്യന്മാരുടെ മുഖത്ത് വരുന്ന ഭാഗങ്ങൾ വേറെയാണ്. ഏത് അത്ഭുതം, ഭയം, കുറ്റബോധം. കുറ്റബോധം ഉള്ളവനെ ഈ ഒറ്റിയവനാ അല്ലേ? അതെ. അപ്പോ ഈ കുറ്റബോധം തുടങ്ങിയ നമ്മുടെ വികാരങ്ങള്, മാനുഷിക വികാരങ്ങളാണ് ഈ അന്ത്യാത്താഴത്തിൽ പ്രതിഫലിക്കുന്നത് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ വികാരം അതിനകത്ത് നോക്കിയാൽ കാണാം. അതേപോലെ തന്നെ ഈ മൊണാലിസയുടെ നിഗൂഢമായ മുഖഭാവം അല്ലെ, നിഗൂഢത നിറഞ്ഞൊരു ചിരിയ. അപ്പൊ അതില് ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്, അതായത് ഈ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ വത്തിക്കാനില് സിസ്റ്റൈൻ ചേപ്പൽ, അതിന്റെ ആ പള്ളിയുടെ മുകൾത്തട്ടില് വരച്ച ചുമർ ചിത്രങ്ങള്. പിന്നെ അന്ത്യവിധി, മൈക്കലാഞ്ചലോ എന്നൊരു പ്രതിഭാശാലിയെ അനുസരണനാക്കുന്നത്. അത് അദ്ദേഹം ശില്പിയാ കേട്ടോ, അല്ലേ? മറ്റേ വെണ്ണക്കൽ ഒരു ശില്പമുണ്ട് പുള്ളിയുടെ, ദാവീദ്. ഇതില് ഈ മനുഷ്യരുടെ ഓരോ ആ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ മാംസം ഉണ്ടല്ലോ, മാംസവും ആ ബോഡിയുടെ സ്ട്രക്ചറും ഓരോ നാര് വരെ കാണാം നമുക്ക്. അത്ര ഇതായിട്ടാണ് ആ വെണ്ണക്കല്ലിൽ കുത്തി എടുത്തേക്കുന്ന മാർബിൾ ശില്പം. അതില് ഈ എന്താണ് ഈ നമ്മുടെ ഞരമ്പുകൾ വരെ ക്ലിയർ ആയിട്ട് കാണാമെന്നാണ് പറയുന്നത് അതിനകത്ത്. ഓക്കെ, അപ്പം അത്രത്തോളം നമ്മൾ റിയാലിറ്റിയുമായിട്ട് അടുത്തിരിക്കുന്ന രീതിക്കാണ് ഈ കലയോട് ഈ കലാകാരന്മാര് സമീപിച്ചത്. പിന്നെ ആ നവോത്ഥാന കാലത്ത് തന്നെ ശ്രദ്ധ നേടിയ മറ്റ് 2 ചിത്രകാരന്മാരാണ് ആരൊക്കെ? ടിഷ്യനും റാഫേലും കേട്ടോ. ടിഷ്യനും റാഫേലും. അപ്പം മനുഷ്യരെ വിവേകമുള്ളവരും മിതവാദികളും അന്തസ്സുള്ളവരുമായിട്ട് റാഫേൽ ചിത്രീകരിച്ചു. അപ്പോ ഇവരുടെ ചിത്രങ്ങളില് സൗന്ദര്യത്തിനും കൂടെ പ്രാധാന്യം കൊടുത്തു കേട്ടോ, സൗന്ദര്യത്തിനും കൂടെ. അപ്പോ ഈ ചിത്രകലയുടെ കാര്യം നമ്മൾ ഇത്രയും പറഞ്ഞു. അതേപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ശില്പകല. അപ്പൊ ഈ ശില്പകല വരുന്നതാണ് ഗാത്താമലീറ്റ. അതെ, ഇത് നമ്മുടെ PSC ചോദിച്ചിട്ടുള്ള കേട്ടോ, ഗാത്താമലാത്ത. ആ ചോദ്യം വന്നിട്ടുള്ള. പിന്നെ പിയത്തയുടെ കാര്യവും ചോദിച്ചിട്ടുണ്ട്. ഇറ്റലിയിലെ നവോത്ഥാന കാലത്ത് അന്നത്തെ ശില്പകലയിലെ ഒരു പോയിന്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ചോദ്യമായിട്ടാണ് വന്നത് ഇത് രണ്ടും. ഓക്കെ, അപ്പോ നവോത്ഥാന കാലത്ത് ശ്രദ്ധേയരായ ശില്പികളില് ഒരാളായിരുന്നു ആര്? ഡൊണാഡല്ലോ. അപ്പം മധ്യകാല ഗോതിക് ശൈലിയില് അതൊരു എന്താണ് ഒരു മെത്തേഡാണ് കേട്ടോ, അവിടുത്തെ ഒരു ട്രഡീഷണൽ മെത്തേഡാ. ഈ ഗോതിക് ടൈപ്പ് ചർച്ചൊക്കെ ഉണ്ട്, ഭയങ്കര ഉയരമായിരിക്കും അതിന്. ഗോതിക് ടൈപ്പ് സാന്താക്രൂസ് ചർച്ച് കൊച്ചിയിലെയാണ് കേട്ടോ എന്ന് തോന്നുന്നു. ഭയങ്കര ഉയരമായിരുന്നു. അതാണ് അതിന്റെ ഒരു പ്രത്യേകതയാ. ഓക്കെ, അപ്പോൾ ആ ഒരു ശൈലി, ഗോതിക് ശൈലിയിൽ, അതിൽ നിന്ന് ശില്പകലയെ മോചിപ്പിച്ചു ഇദ്ദേഹം. അത് മാത്രമല്ല, എന്തൊക്കെ ചെയ്തു? ഈ ശില്പത്തിന് കൂടുതൽ മാനുഷികമായ മൂല്യങ്ങൾ കൊടുക്കുക. അപ്പം ഒരു വ്യക്തിത്വം പകർന്നു കൊടുക്കുക അദ്ദേഹം. ഒരു കാലിൽ തന്റെ ശരീരഭാരം പൂർണ്ണമായും താങ്ങുന്ന ഒരു കൗമാരക്കാരനെ
അദ്ദേഹം ദാവീദ് എന്ന വെങ്കല ശില്പത്തിലൂടെ അവതരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഗാത്താമലാത്ത എന്ന കുതിരപ്പുറത്തിരിക്കുന്ന യോദ്ധാവിന്റെ ശില്പം പ്രാചീന റോമിലെ കുതിരപ്പടയാളികളെ ഓർമ്മിപ്പിക്കുന്നു കേട്ടോ, ഗാത്താമലിത്ത. പിന്നെന്താണ്, മതേതരനായ ഒരു വീരനെ അനശ്വരമാക്കുക എന്ന ദൗത്യമാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്, ഈ ഗാത്താമലിത്ത. പിന്നെന്താണ്, മനുഷ്യരൂപത്തിൽ ദൈവത്തെ അവതരിപ്പിക്കുന്ന മൈക്കലാഞ്ചലോയുടെ ശില്പങ്ങൾ പ്രാചീന ഗ്രീക്കോ റോമൻ ശൈലിയിൽ നിന്നും വഴിമാറി സഞ്ചരിച്ചു. ക്രിസ്തുവിന്റെ ശരീരം മടിയിൽ കിടത്തിയിരിക്കുന്ന മേരി, ഇപ്പൊ ഇതിന്റെ ഒത്തിരി റീക്രിയേഷൻ ഉണ്ട്, ഒത്തിരിയും പള്ളികളിൽ ഇപ്പൊ ഇത് ചെയ്യുന്നുണ്ട്, സിമെന്റില്ല പക്ഷെ ഒത്തിരി അടുത്ത് കാണാം ഇത്. ക്രിസ്തുവിന്റെ ശരീരം മടിയിൽ കിടത്തിയിരിക്കുന്ന മേരിയെ ചിത്രീകരിക്കുന്ന ശില്പമായ പിയാത്തയും വീരനായ ദേവതീന്റെ ശില്പവും അദ്ദേഹത്തെ അനശ്വരനാക്കി. മധ്യകാലത്തിന്റെ രണ്ടാം പകുതിയിൽ യൂറോപ്പിൽ വികസിച്ചു വന്ന വാസ്തുവിദ്യാ ശൈലിയായിരുന്നു ഗോഥിക് ശൈലി. ഫ്രാൻസിലാണ് അപ്പൊ ഇത് ഉദയം ചെയ്തത് കേട്ടോ. കണ്ടോ, മുനയുള്ള കമാനങ്ങൾ, ആർച്ചുകൾക്ക് ഭയങ്കര പൊക്കമായത്, അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ നിരവധി ദേവാലയങ്ങൾ അവിടെ ഈ മാതൃകയിൽ നിർമ്മിക്കപ്പെട്ടു, അതാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ വാസ്തുവിദ്യ, ഇപ്പൊ ചിത്രകലയ്ക്കും ശില്പകലയ്ക്കും പുറമെ വാസ്തുവിദ്യയും ഈ നവോത്ഥാനത്തിന്റെ കൂടെ വളർന്നു വന്ന ഒരു ഇതാണ്. ഫിലിപ്പോ ബ്രൂണലസ്കി വാസ്തുവിദ്യാ രംഗത്ത് പുതിയ ശൈലിക്ക് തുടക്കം കുറിച്ചു കേട്ടോ. ഒരു പേരാണ് ഒരാളുടെ, ശില്പിയുടെ പേരാ ഫിലിപ്പോ ബ്രൂണലസ്കി. മധ്യകാലത്ത് നിലനിന്നിരുന്ന ഗോഥിക് വാസ്തുവിദ്യയിൽ നിന്നും വ്യത്യസ്തമായിട്ട് പ്രാചീന ഗ്രീക്കോ റോമൻ ക്ലാസിക്കൽ ശൈലിയുടെ സ്വാധീനം അദ്ദേഹം ഫ്ലോറൻസിൽ നിർമ്മിച്ച കത്തീഡ്രൽ ആ ചർച്ചിൽ കാണാം. ഇപ്പം ഗോഥിക് ശൈലിയിലെ പ്രത്യേകത എന്തുവായിരുന്നു? ഉയരമുള്ള കമാനങ്ങൾ. അതെ, ഉയരമുള്ള കമാനങ്ങളായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പൊ എന്താണ്, താഴെ കൂടെ നമ്മുടെ ഇവിടെയൊക്കെ ഉള്ള മോസ്കിന്റെ ഒക്കെ പോലെ അല്ലെ, താഴെ കൂടെ ഒരു ഹെമിസ്ഫിയർ ആയിരുന്നു അതിന്റെ ടോപ്പ് വരുന്നത്. അതിന് ഡ്യൂമോ എന്നാണ് പറയുന്നത് കേട്ടോ, ഡ്യൂമോ. മൈക്കലാഞ്ചലോ, ബ്രമാന്തെ ഇവരുടെ നേതൃത്വത്തിൽ റോമിൽ പണി കഴിപ്പിച്ച സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയില് ഇത് ശരിക്കും കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്, സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക. ഓക്കെ, അപ്പൊ ശില്പകലയ്ക്ക് ശേഷം ഇനി നമ്മൾ നോക്കുന്ന ഏതാണ്? സാഹിത്യമാണ് കേട്ടോ, സാഹിത്യം, നവോത്ഥാന സാഹിത്യം. അപ്പൊ ഇതില് നമുക്ക് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ഏത്? നമ്മുടെ ഷേക്സ്പിയർ. ഷേക്സ്പിയറിന്റെ ഏതെങ്കിലും കൃതികളൊക്കെ അറിയാമോ? മാക്ബത്ത്, ഓഥല്ലോ, ജൂലിയസ് സീസർ, മാക്ബത്ത്, ഒഥല്ലോ, ദി അതെ. ടെമ്പസ്റ്റ്. പിന്നെ അദ്ദേഹത്തിന് ചെറിയ കവിതകളുണ്ട്, സോണറ്റ്സ്. നവോത്ഥാന സാഹിത്യം അല്ലേ? ഓക്കെ, ജൂലിയസ് സീസർ അല്ലെ, ജൂലിയസ് സീസർ. ശരി ശരി ശരി, ജൂലിയസ് സീസർ. സാഹിത്യം. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന് പ്രശസ്തമായ ജൂലിയസ് സീസർ, അതിനകത്ത് മറ്റേ വരികളുണ്ടല്ലോ, യൂട്യൂബ് റൂട്ടസ് അല്ലേ, യൂട്യൂബ് റൂട്ടസ്. ശരിയാ ശരിയാ ശരിയാ, നാടക, അതെ അതെ അതെ. അപ്പോ നമ്മുടെ വിധിയെ നിർണയിക്കാൻ കഴിയുന്നത് നക്ഷത്രങ്ങൾക്കല്ല, നമുക്ക് തന്നെയാണ്. ഇതപ്പൊ ചിലപ്പോ വരാൻ കേട്ടോ ഇതൊക്കെ. അപ്പോ ഇംഗ്ലീഷ് സാഹിത്യകാരനായ വില്യം ഷേക്സ്പിയറുടെ പ്രശസ്തമായ ജൂലിയസ് സീസർ എന്ന നാടകത്തിലെ വരികളാണിത്. നവോത്ഥാനം സ്വാധീനിച്ച സാഹിത്യകാരിൽ ഒരാളായ ഷേക്സ്പിയറിന്റെ ഈ വരികളിൽ മാനവികതയുടെ ശക്തി എത്രമാത്രം പ്രതിഫലിക്കുന്നു എന്ന് പരിശോധിക്കും. അപ്പൊ ഓർത്തോണേ, നമ്മളിപ്പോ പറഞ്ഞില്ലേ യൂട്യൂബ് റൂട്ടസ് എന്ന് പറയുന്ന ആ സംഭവം, അതിലും മനുഷ്യന്റെ വികാരമാണ് കാണിക്കുന്നത് അല്ലെ, ചതിക്കപ്പെട്ടതിന്റെ വികാരം അല്ലെ, ആ ഒരു വേദനയും ആ ഒരു എന്താണ്, ആ ദേഷ്യവും രോഷവും എല്ലാം കൂടെ ഉള്ള ഒരു ഇതാണ്. അപ്പോൾ നവോത്ഥാന സാഹിത്യകാരന്മാര് വ്യക്തി സ്വാതന്ത്ര്യത്തിനും മതേതര മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകി. മധ്യകാലത്ത് നിലനിന്നിരുന്ന ഏത് നമ്മൾ മുമ്പേ പറഞ്ഞ ആ ഒരു ഇത് സ്കോളാസ്റ്റിസിസം, അതിൽ നിന്നുള്ള മോചനം, അതെ, മതത്തിന് പ്രാധാന്യം നൽകുന്നത്, അതിൽ നിന്നുള്ള മോചനമായിരുന്നു നമ്മുടെ നവോത്ഥാന സാഹിത്യത്തിന്റെ അടിസ്ഥാന സവിശേഷത കേട്ടോ. അപ്പോ പ്രാചീന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ സ്വാധീനം ഉണ്ടായിരുന്നെങ്കിലും ലാറ്റിൻ ഭാഷയ്ക്ക് പകരം പ്രാദേശിക ഭാഷയിലാണ് മിക്ക നവോത്ഥാന സാഹിത്യകാരന്മാരും രചന നടത്തിയത്. കാരണം എന്താ, എന്നാലേ നമ്മുടെ സാധാരണ ആൾക്കാർക്ക് കൂടുതലായിട്ടും അത് പിടികിട്ടത്തുള്ളൂ അല്ലെ. ഇപ്പൊ ഗദ്യ സാഹിത്യത്തിന് ഒരുപാട് പ്രാധാന്യം ലഭിച്ചു കേട്ടോ, ഗദ്യ സാഹിത്യത്തിന്. കവിത പോലെ, പക്ഷെ കവിതയല്ല,
ഗദ്യം. പദ്യം കവിതയാ, ഗദ്യം പക്ഷെ അല്ല. അപ്പോ പ്രാദേശിക ഭാഷയിലും ഗദ്യരൂപത്തിലും രചന നടത്തുന്നതിന് സമൂഹത്തിന് എങ്ങനെയൊക്കെ പ്രയോജനകരം ആകും എന്നുള്ളത് അത് നമ്മൾ ചർച്ച ചെയ്യാൻ പറഞ്ഞേക്കുക. അപ്പൊ അത് എന്താണ് പ്രാദേശിക ഭാഷ രചന നടത്തുമ്പോ എന്താണ്? സാധാരണ ജനങ്ങളിലേക്ക് എത്തും. അതെ, സാധാരണ ജനങ്ങളിലേക്ക് എത്തും. പക്ഷെ ഈ ഗദ്യരൂപത്തിൽ നടത്തുമ്പം ഈ കവികൾ ഓരോ ഈ കടിച്ചാ പൊട്ടാത്ത വാക്കുകളൊക്കെ പറയും. അതൊന്നും സാധാരണക്കാർക്ക് മനസ്സിലാകത്തില്ല, അല്ലേ? അതെ അതെ. അതാണ്. അപ്പൊ നമ്മുടെ സംസ്കൃതത്തിലൊക്കെ ഓരോ രചനകളുണ്ട് ഈ ഗദ്യരൂപത്തില്. അത് അറിയാവുന്നവർക്കല്ലേ അത് മനസ്സിലാവും. അതേസമയം നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിലെ ഒരു വലിയ കവി ഉണ്ടായിരുന്നു. സരസമായിട്ട് പല കാര്യങ്ങളും സോഷ്യൽ ഇൻജസ്റ്റിസ് ഒക്കെ പുള്ളി അവതരിപ്പിക്കുമായിരുന്നു. കുഞ്ചൻ നമ്പ്യാരാണോ? കുഞ്ചൻ നമ്പ്യാര്. ശരി. അപ്പൊ കുഞ്ചൻ നമ്പ്യാര്. അപ്പൊ അദ്ദേഹവും ഇതേപോലെ തന്നെയായിരുന്നു അല്ലെ, എല്ലാരെയും കളിയാക്കുമായിരുന്നു, ഈ രാജാക്കന്മാരെയൊക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, അപ്പൊ അദ്ദേഹം ചെയ്തത് എന്താണ്? സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിക്ക് അല്ലേ അദ്ദേഹവും ചെയ്തത്. ഇപ്പൊ നവോത്ഥാന കാലത്ത് ശ്രദ്ധേയനായ സാഹിത്യകാരനായിരുന്നു ഡിവൈൻ കോമഡിയുടെ രചയിതാവ് ദാന്തെ. കേട്ടോ, അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ഡിവൈൻ കോമഡിയുടെ കാര്യം. ഇത് പഴയ സ്റ്റാർട്ടിലുള്ള പേരൊക്കെയാണ്. അതെ. അപ്പം ശുദ്ധീകരണ സ്ഥലം, നരകം, സ്വർഗം എന്നിവയിലൂടെയുള്ള ദാന്തെയുടെ സാങ്കല്പികമായ തീർത്ഥാടനമാണ് ഏത് നമ്മുടെ ഈ ഡിവൈൻ കോമഡിയിലെ പ്രമേയം. പക്ഷെ മനുഷ്യസ്നേഹം, രാജ്യസ്നേഹം, പ്രകൃതി പ്രതിഭാസങ്ങളോടുള്ള താല്പര്യം, സ്വാതന്ത്ര്യം, ഏകീകൃതവുമായ ഇറ്റലിക്ക് വേണ്ടിയുള്ള മോഹങ്ങൾ എന്നിവ ഇതിൽ പ്രതിഫലിക്കുന്നു. ഏത് സാങ്കല്പിക തീർത്ഥാടനമായത് നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യങ്ങളെ മതമായിട്ട് ബേസ് ചെയ്തതാ അല്ലെ, സ്വർഗവും നരകവും ഒക്കെ. പക്ഷേ അതിൽ മനുഷ്യസ്നേഹവും രാജ്യസ്നേഹവും പ്രകൃതി പ്രതിഭാസങ്ങളോടുള്ള താല്പര്യവും, മിന്നലും അല്ലെ, വലിയ കാറ്റും കൊടുങ്കാറ്റും, അതൊക്കെയാണ് പ്രതിഭാസങ്ങള്. അപ്പൊ അതിനോടുള്ള താല്പര്യവും സ്വാതന്ത്ര്യവും ഏകീകൃതമായിട്ടുള്ള ഇറ്റലിക്ക് വേണ്ടിയുള്ള മോഹങ്ങളും ഇതിനകത്തുണ്ട് കേട്ടോ. അദ്ദേഹം അതും ആ കവിതയിൽ രചിച്ചിട്ടുണ്ട്, കാണാൻ സാധിക്കും നമുക്ക് ആ കവിതയിൽ. അപ്പം ഇറ്റലിയിലെ പ്രാദേശിക ഭാഷയിലാണ് ദാന്തെ ഡിവൈൻ കോമഡി രചിച്ചത് കേട്ടോ, ഡിവൈൻ കോമഡി. പെട്രാർക്ക് മറ്റൊരു വിശ്വപ്രസിദ്ധ സാഹിത്യകാരനാണ് പെട്രാർക്ക്. അദ്ദേഹം മാനവികതയുടെ പ്രധാന പ്രചാരകരില് ഒരാളായിരുന്നു. അപ്പൊ ലോറയ്ക്ക് എഴുതിയ പ്രണയഗീതങ്ങൾ വേറിട്ട ഒരു ശൈലിയിലുള്ളതായിരുന്നു അത്. പക്ഷെ ലാറ്റിൻ ഭാഷയെ ഉപേക്ഷിക്കാൻ പെട്രാർക്ക് തയ്യാറായിരുന്നില്ല കേട്ടോ. ഡെക്കാമറോൺ എന്ന കൃതിയുടെ രചയിതാവായ ബൊക്കാച്ചിയോ, അദ്ദേഹം മറ്റൊരു വിഖ്യാതനായ നവോത്ഥാന സാഹിത്യകാരനാണ്. ഡെക്കാമറോൺ കേട്ടോ, ഡെക്കാമറോൺ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ബൊക്കാച്ചിയോ. ഡിവൈൻ കോമഡിയുടെ രചയിതാവ് ആരാണ്? ദാന്തെ. അപ്പോ നമ്മുടെ ഈ ലാറ്റിൻ ഭാഷ ഉപേക്ഷിക്കാൻ ആർക്കായിരുന്നു മടി? ഏത് സാഹിത്യകാരനാണ്? പെട്രാർക്ക്. ഓക്കെ. അപ്പോ ദി പ്രിൻസ് എന്ന കൃതിയില് നിക്കോള മാക്കിയവെല്ലി, അദ്ദേഹം രാഷ്ട്രീയ ചിന്തകളാണ് കേട്ടോ, രാഷ്ട്രീയ ചിന്തകളാണ് പങ്കുവെക്കുന്നത്. നിക്കോള മാക്കിയവെല്ലി ദി പ്രിൻസ് എന്ന കൃതിയില്. അപ്പൊ താൻ ഭരിക്കുന്ന രാജ്യത്തിന്റെ അധികാരവും സുരക്ഷയും നിലനിർത്തുക എന്നത് ഭരണാധികാരിയുടെ കടമയായിട്ട് അദ്ദേഹം കരുതി. ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കടമയായിട്ട് അദ്ദേഹം കരുതി. ജനങ്ങളെ പൊതുവെ സ്വാർത്ഥന്മാരും അധികാരത്തോടും ഭൗതികമായിട്ടുള്ള അഭിവൃദ്ധിയോടും താല്പര്യമുള്ളവരുമാണ്. ഏത് പണത്തിനോടൊക്കെ ആയിരിക്കും. അപ്പൊ അതിനാല് രാജ്യത്തിന്റെ തലവൻ ഒരിക്കലും തന്റെ പ്രജകളിൽ ഒരു വിഭാഗത്തോട് പ്രീതിയോ കടപ്പാടോ കാണിക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. മധ്യകാലത്തെ ഫ്യൂഡൽ ഭരണാധികാരികളിൽ നിന്നും വ്യത്യസ്തനായ ഒരു ഭരണാധികാരിയാണ് മാക്കിയവെല്ലി അദ്ദേഹത്തിന്റെ കൃതിയിൽ ദ പ്രിൻസിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ. മാനവികതയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ചില വനിതകളും ഈ കാലത്ത് ഇറ്റലിയിൽ ജീവിച്ചിരുന്നു. അപ്പൊ അതിൽ പ്രധാനം ആയിരുന്നു ആര്? നമ്മുടെ എഴുത്തുകാരിയായ കസാന്ദ്ര ഫെഡലെ കേട്ടോ, കസാന്ദ്ര ഫെഡലെ. തന്റെ രചനകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും പ്രശസ്തയായ കസാന്ദ്ര സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു.
ഇറ്റലിയിലെ മാനവികതാവാദികളായ പ്രഭുക്കളുമായി കത്തുകളിലൂടെ ആശയവിനിമയം നടത്തിയ അവരുടെ പ്രസംഗങ്ങളും രചനകളും നിരവധി പ്രസിദ്ധീകരണങ്ങൾ അച്ചടിച്ച് പ്രചരിപ്പിച്ചു. കസാന്ദ്ര ഫെഡലെ കേട്ടോ. അപ്പം ആദ്യമേ ഈ നവോത്ഥാനം ഇറ്റലിയിൽ നിന്ന് തുടങ്ങി, പിന്നെ മറ്റ് രാജ്യങ്ങളിലേക്കും യൂറോപ്പിലോട്ടും എല്ലാം വ്യാപിച്ചെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. അപ്പൊ അവിടെ ഈ വ്യാപിച്ചെടുത്തും എന്താണ് ഒരുപാട് കൃതികൾ രചിക്കപ്പെട്ടു. അപ്പം അതില് കുറച്ചാണ് നമ്മുടെ ഇപ്പൊ കൊടുത്തേക്കുന്നത്. ഇറാസ്മസ് എന്ന് പറയുന്ന സാഹിത്യകാരൻ എന്താണ് രചിച്ചത്? ഇൻ പ്രൈസ് ഓഫ് ഫോളി കേട്ടോ. ഇൻ പ്രൈസ് ഓഫ് ഫോളി നെതർലൻഡ്സിലാണ് കേട്ടോ. ഇറാസ്മസ് ഇൻ പ്രൈസ് ഓഫ് ഫോളി നെതർലൻഡ്സ്. പിന്നെ ജെഫ്രി ചോസറിന്റെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? ചോസറിന്റെ കഥകളെന്ന് കേട്ടുണ്ടോ? അതെ, ഇംഗ്ലീഷ് വ്യാകരണത്തിന് സാഹിത്യത്തിനൊക്കെ പിതാവല്ലേ ചോസറിന്റെ. അതെ, കുട്ടികൾക്ക് വേണ്ടിയുള്ള കഥകളൊക്കെ മോറൽ സ്റ്റോറീസ് ആണ് അല്ലെ. മോറൽ സ്റ്റോറീസ് അദ്ദേഹത്തിന്റെ. അപ്പോ കാൻറ്റർബറി കഥകൾ കേട്ടോ, കൃതി കാൻറ്റർബറി കഥകൾ ഇംഗ്ലണ്ടിലാണ് കേട്ടോ, ഇംഗ്ലണ്ടില്. പിന്നെ തോമസ് മൂർ ഉട്ടോപ്പിയ നമ്മൾ സ്ഥിരം നമുക്ക് പരിചിതമായിട്ടുള്ളൊരു വാക്കാ. ഉട്ടോപ്പിയ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സാങ്കല്പിക ലോകം, ഇല്ലാത്ത ലോകം, അങ്ങനെ. അതെ, ഇല്ലാത്ത ലോക. പക്ഷെ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും അവിടെ ഒരു എന്താണ് ശരിയല്ലാത്തതായിട്ടൊന്നും ഇല്ല, അവിടെ എല്ലാം ശരിയാണ്. അതാ ഉട്ടോപ്പിയ. അപ്പോ അതും ഇംഗ്ലണ്ടിൽ തന്നെയാണ്. പിന്നെ എന്താണ് മിഗ്വേൽ ഡെ സെർവാന്തെ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള, എനിക്കൊന്ന് പഴയ SCRT-യിലൊക്കെ ആണെന്ന് തോന്നുന്നു. മിഗ്വേൽ ഡെ സെർവാന്തെ, അദ്ദേഹം ഡോൺ കിഹോട്ട് കേട്ടോ. ഡോൺ കിഹോട്ട് സ്പെയിനിലാണ്. മിഗ്വേൽ ഡെ സെർവാന്തെ, ഡോൺ കിഹോട്ട് സ്പെയിൻ രാജ്യം. പിന്നെ ഉള്ളൊരു സാഹിത്യകാരൻ എന്ന് പറഞ്ഞാൽ ഫ്രാൻസ്വാ റാബലെ കൃതി ഗാർഗന്റുവൈൻ പാന്റഗ്രൂലും. അത് ഫ്രാൻസിലാണ് കേട്ടോ. അപ്പോ ഈ നവോത്ഥാന കാലത്തിലെ സാഹിത്യരചന ജനകീയമാക്കുന്നതിൽ അച്ചടി ഒരു പ്രധാനമായിട്ട് പങ്കുവഹിച്ചതാണ്. അച്ചടി യൂറോപ്പിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത് ജർമ്മൻകാരനായ ഗുട്ടംബർഗ് ആയിരുന്നു. അപ്പോ ഓക്കെ, ഈ ഗുട്ടംബർഗ് ആണ് നമ്മുടെ ഈ അച്ചടി കണ്ടുപിടിച്ചത് കേട്ടോ. അപ്പൊ 15-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച ഈ അച്ചടിശാലയിലെ അച്ചടി യന്ത്രം ലോഹനിർമ്മിതവും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തതുമായിരുന്നു. ഭയങ്കര ഭാരമായിരുന്നു. പക്ഷെ ഈ ഒരു അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തം എന്തൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തു? ഇതിന്റെ വ്യാപനം അല്ലേ, അറിവിന്റെ വ്യാപനം. പിന്നെന്താണ്, സാധാരണക്കാർക്കെല്ലാം അത് ഉപകരിച്ചു. സാക്ഷരതയില് പുരോഗതി വന്നു അല്ലേ. അതെ. അപ്പോ നവോത്ഥാനവും ചരിത്ര രചനയും കേട്ടോ. അടുത്തത് സാഹിത്യം കഴിഞ്ഞു, ശില്പകല കഴിഞ്ഞു, ചിത്രകല കഴിഞ്ഞു, വാസ്തുകല കഴിഞ്ഞു. പിന്നെ എന്തായിരുന്നു? സാഹിത്യം അല്ലേ, സാഹിത്യവും കഴിഞ്ഞു. ഇനിയിപ്പോ ചരിത്ര രചനയാ, ലോക ചരിത്രം. അപ്പൊ ഈ ലോക ചരിത്രത്തിന് നമുക്ക് പ്രാചീന കാല ചരിത്രവും മധ്യകാല ചരിത്രവും ആധുനിക കാല ചരിത്രവുമായിട്ട് തരംതിരിക്കാം. അപ്പൊ ഈ പ്രാചീന കാലവും മധ്യകാലം കൂടെ ഉൾപ്പെടുന്നത് CE 5-ാം നൂറ്റാണ്ടിലാണ് കേട്ടോ. അപ്പൊ മധ്യകാലത്തിന്റെ ബാക്കി പകുതിയും പിന്നെ ആധുനിക കാലവും അത് ഉൾപ്പെടുന്നത് എന്താണ്, എവിടാണ്? 15-ാം നൂറ്റാണ്ട് കേട്ടോ. CE കോമൺ എറ 15 നൂറ്റാണ്ട്. അപ്പൊ പഠന സൗകര്യാർത്ഥം ലോക ചരിത്രത്തെ വിഭജിച്ചിട്ടുള്ളതിൽ ഏറ്റവും ശ്രദ്ധേയമായ രീതിയാണിത്. അതായത് CE 5-ാം നൂറ്റാണ്ടിലെ പ്രാചീന കാലവും മധ്യകാലത്തിന്റെ പകുതി, ആദ്യ പകുതി. അപ്പോ അത് ബാക്കി പകുതി എവിടാണ്? മധ്യകാലത്തിന്റെ ബാക്കി പകുതി CE 15-ാം നൂറ്റാണ്ടും പിന്നെ ആധുനിക കാലവും. അപ്പോൾ ഇത് പ്രകാരം CE 5-ാം നൂറ്റാണ്ട് വരെയുള്ള കാലം പ്രാചീന കാലമെന്നും തുടർന്ന് 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലം മധ്യകാലമെന്നും അറിയപ്പെടുന്നു. 15-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള കാലം ആധുനിക കാലമായി പരിഗണിക്കുന്നു. ഈ രീതി നവോത്ഥാന കാലഘട്ടത്തിലാണ് നിലവിൽ വന്നത്. ഇപ്പോ ഇറ്റാലിയൻ ചരിത്രകാരന്മാരായ ഫ്ലാവിയോ ബിയാൻഡോ, ലിയനാർഡോ ബ്രൂണി എന്നിവരാണ് ഈ രീതി ആവിഷ്കരിച്ചത്. ഇക്കാലത്ത് ചരിത്രരചനയിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
മധ്യകാല ക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്നും മതേതര ജീവിതത്തിലേക്കും ചിന്തയിലേക്കുമുള്ള മാറ്റം ചരിത്ര രചനയിലും പ്രതിഫലിച്ചു കേട്ടോ. നമ്മുടെ മതത്തിനോടുള്ള ആ ഒരു ബയാസ് മാറി മതേതര ജീവിതത്തിലേക്കും ചിന്തയിലേക്കുമുള്ള മാറ്റം കാണാൻ സാധിച്ചു. പിന്നെന്താണ്, ചരിത്ര സംഭവങ്ങള് ദൈവസൃഷ്ടിയാണെന്നും ചരിത്രത്തിന്റെ ഗതി നിർണയിക്കുന്നത് ഒരു അതീന്ദ്രിയ ശക്തിയാണെന്നുമുള്ള കാഴ്ചപ്പാടായിരുന്നു മധ്യകാലത്ത് നിലനിന്നത്. പക്ഷെ ഈ കാഴ്ചപ്പാടിന് നവോത്ഥാന കാലത്ത് അതിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ചരിത്ര വ്യാഖ്യാനത്തിന് അംഗീകാരം ലഭിക്കാൻ തുടങ്ങി. സന്യാസിമാരുടെ ദിനവൃത്താന്തങ്ങൾക്കും പുരോഹിതന്മാരുടെ ജീവിതകഥകൾക്കും ഉപരിയായി മനുഷ്യജീവിതം ചരിത്രരചനയുടെ കേന്ദ്ര ബിന്ദുവായി മാറി. ഒരുപാട് പേരുണ്ട് പഠിക്കാൻ ഇതിനകത്ത്. അപ്പോ ഈ പുരാവസ്തു തെളിവുകൾക്കും ശേഷിപ്പുകൾക്കും ചരിത്രരചനയിൽ സുപ്രധാനമായ സ്ഥാനം ലഭിച്ചാണ് നവോത്ഥാനകാല ചരിത്രരചനയുടെ ഒരു സവിശേഷത. അതിന്റെ ഫലമായിട്ട് ചരിത്രകാരന്മാരെ ലിഖിതങ്ങള്, നാണയങ്ങള്, കയ്യെഴുത്ത് പ്രതികൾ, പ്രാചീന കയ്യെഴുത്ത് പ്രതികൾ തുടങ്ങിയ തെളിവുകൾക്ക് ചരിത്രരചനയിൽ സവിശേഷ സ്ഥാനം നൽകി കേട്ടോ. അപ്പോ പ്രാചീന കയ്യെഴുത്ത് പ്രതികൾ ശേഖരിക്കാനും സംരക്ഷിക്കാനുമുള്ള ശ്രമങ്ങൾ അവർ തുടങ്ങി. അപ്പൊ മാനവികതയുടെ കടന്നുവരവോടെ ചരിത്രരചനയിൽ വിമർശനങ്ങൾക്കും സ്ഥാനം ലഭിച്ചു കേട്ടോ. വിമർശനങ്ങൾക്കും. അപ്പൊ മിത്തിന്റെയും ഐതിഹ്യങ്ങള്, കഥകളുടെയും എല്ലാം സ്ഥാനം ശാസ്ത്രീയമായ അന്വേഷണങ്ങളും പഠനങ്ങളും കൈയടക്കി. മാക്കിയവെല്ലി നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു, അദ്ദേഹവും ഈ നവോത്ഥാന ചരിത്രരചനയെ സമ്പന്നമാക്കി. ഇനി നമുക്ക് ദിനവൃത്താന്തം എന്ന് പറയുന്നൊരു ഇത് കൊടുത്തിട്ടുള്ളത്. ദിനവൃത്താന്തം. അപ്പൊ രാജാക്കന്മാര് തങ്ങളുടെ രാജ്യത്തിലെ സംഭവങ്ങൾ രേഖപ്പെടുത്താൻ കൊട്ടാര ചരിത്രകാരന്മാരെ ചുമതലപ്പെടുത്തിയിരുന്നു. അപ്പോ ഇവര് തങ്ങളുടെ രാജാക്കന്മാരുടെ കാലത്തെ സംഭവങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളെ ആധുനിക ചരിത്രകാരന്മാരെന്ത് വിളിച്ചു? ദിനവൃത്താന്തങ്ങൾ എന്ന് വിളിച്ചു കേട്ടോ. ദിനവൃത്താന്തങ്ങൾ. അപ്പോ അവ സംഭവങ്ങളുടെ തുടർച്ചയായ കാലാനുക്രമ വിവരണം നൽകുന്നതാണ്. അതുകൊണ്ടാണ് ദിനവൃത്താന്തം എന്ന് വിളിക്കുന്നത്. അപ്പോ നമ്മുടെ ഈ മൂഷക വംശം എന്ന് പറയുന്ന ഒരു രാജവംശം ഉണ്ടായിരുന്നു നമുക്ക് കേരളത്തില്, അറിയാലോ. അപ്പൊ അതുലൻ എന്ന ഒരു രാജാവായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ ഒരു കവി, അത് ഒരു ക്വസ്റ്റ്യന് ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നതാണ്, ആൻസർ മറന്നുപോയി. മൂഷകവംശം മൂഷകവംശം എന്ന് തന്നെയാന്ന് തോന്നുന്നു കേട്ടോ. അത് ഓർമ്മയുണ്ടോ ആർക്കേലും? അതെ, മൂഷവംശം എഴുതിയ എഴുതിയ ആരാണെന്ന്? അതുലനാണോ അതെ, എഴുതിയത്? പ്രിലിംസിന് അതെ അതെ എനിക്കൊന്നും അതുലൻ. അപ്പൊ ആ രാജാവിന്റെ പേരെന്തുവായിരുന്നു? അത് ഒരു സീരീസ് ഓഫ് രാജാക്കന്മാരെ കുറിച്ചാണ് എന്തോ എഴുതിയത്. ആ വംശത്തിൽ തന്നെ എത്രയോ രാജാക്കന്മാരെ കുറിച്ചാണ് എഴുതിയത്. അപ്പൊ പേര് മൂഷകവംശം, ഓർമ്മ അതപ്പൊ രാജാവിനെ കുറിച്ചല്ല, ഇത് ഇയാളുടെ പേരേ ഉള്ളു അല്ലേ? മൂഷകവംശം എഴുതിയത് ആരാന്ന് ചോദിച്ചിട്ടുള്ളെന്ന് തോന്നുന്നു. ഇല്ല, അതിന്റെ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് ഇന്ന രാജാവ് മുതൽ ഇന്ന രാജാവ് വരെ ഉള്ളവരുടെ ചരിത്രം അയാൾ ശരി എഴുതിയിട്ടുണ്ട്. ശരി ശരി ശരി. ഓക്കെ. മൂഷക വംശം, ആ വംശത്തിലുള്ള രാജാക്കന്മാരുടെ കാര്യം. എനിക്ക് തോന്നുന്നത് 10ഓളം രാജാക്കന്മാരുടെ ചരിത്രം എഴുതിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കൃതി. ശരി ശരി ശരി. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, ആ രാജാവിന്റെ പേര് വായിച്ചിട്ടുണ്ട്, ഓർമ്മ കിട്ടുന്നു. അപ്പൊ ഇത് നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോ ഓരോന്ന് ഓർക്കുന്നതാ. അപ്പോൾ നവോത്ഥാനവും ശാസ്ത്രവും കേട്ടോ. ഇനി നവോത്ഥാനവും ശാസ്ത്രം, ഇത് ശരിക്കും നല്ല ഇച്ചിരി ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടാ ഇതിനകത്ത് ഇങ്ങനെ വരുന്നത്. പേരൊക്കെ വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പാട് തന്നെ. ഓക്കെ. അപ്പോ നമ്മുടെ നവോത്ഥാനവും ശാസ്ത്രവും കേട്ടോ. അടുത്തത് നവോത്ഥാനവും ശാസ്ത്രവും. 1609 ശാസ്ത്രത്തിന്റെ പ്രകാശം ഉദിച്ചുയരാൻ ആരംഭിച്ചു. പാതുവ നഗരത്തിലെ തന്റെ ഗൃഹത്തിലിരുന്നുകൊണ്ട് ഗലീലിയോ ഗലീലി സൂര്യൻ നിശ്ചലമാണെന്നും ഭൂമിയാണ് സഞ്ചരിക്കുന്നതെന്നും തെളിയിക്കാൻ ശ്രമം ആരംഭിച്ചു. നമുക്കറിയാം ഗലീലിയോ ഒരു ടെലസ്കോപ്പ്, അദ്ദേഹത്തിന്റെ തന്നെ ടെലസ്കോപ്പ് ഉണ്ടാക്കി അതിൽ കൂടെയാണ് ഇതൊക്കെ നിരീക്ഷിച്ചത് അല്ലെ, ഗലീലിയോ ഗലീലി. അപ്പോ നമ്മളിപ്പോ വായിച്ചത് പ്രശസ്ത ജർമ്മൻ നാടകകൃത്തായ ബെർത്തോൾഡ് ബ്രെക്റ്റിന്റെ ഗലീലിയോയുടെ ജീവിതം എന്ന നാടകത്തിന്റെ പ്രാരംഭ വാക്യമാണ്. തുടങ്ങുന്ന ആ ഒരു സെന്റൻസ് ആണ്.
പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്നുള്ള വിശ്വാസമായിരുന്നു 16-ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്നത്. എന്നാൽ ആ വിശ്വാസത്തെ തള്ളിക്കളഞ്ഞ ഗലീലിയോയുടെ പരിശ്രമങ്ങളെക്കുറിച്ചാണ് ഈ വരികൾ പറയുന്നത്, സൂചിപ്പിക്കുന്നത്. അപ്പോ ഇത്തരത്തിൽ നിലവിലിരുന്ന ഈ ചിന്തകളെയും യുക്തിബോധത്തെയും നവോത്ഥാനം എങ്ങനെ സ്വാധീനിച്ചെന്ന്, ഏത് തെറ്റായ ചിന്തകള് നമ്മള് ഭൂമിയാണ് കേന്ദ്രം എന്നൊക്കെ പറഞ്ഞുള്ള ചിന്തകൾ അല്ലെ, അതിനെയൊക്കെ എങ്ങനെ മാറ്റിമറിച്ചെന്നുള്ളത് നോക്കാം. ആധുനിക ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്ക് എങ്ങനെ അടിത്തറയിട്ടു ഈ നവോത്ഥാനം. അപ്പൊ നവോത്ഥാന കാലത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടായ ഒരു മേഖലയാണ് ഇത് ജ്യോതിശാസ്ത്ര മേഖല. പ്രപഞ്ചത്തിന്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് ഭൗതിക ശക്തികളാണ് എന്ന കാഴ്ചപ്പാട് ശാസ്ത്രജ്ഞന്മാർ മുന്നോട്ട് വെച്ചു. ഇപ്പൊ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്നുള്ള ടോളമിയുടെ സിദ്ധാന്തം 16-ാം നൂറ്റാണ്ട് വരെയും വെല്ലുവിളികൾ നേരിടാതെ നിലകൊണ്ടു. ആരും അതിനെ ചോദ്യം ചെയ്തില്ല സത്യമാണെന്നും പറഞ്ഞ്. പക്ഷെ പോളണ്ടുകാരനും പുരോഹിതനുമായ കോപ്പർനിക്കസ് ഇതിനെ വെല്ലുവിളിച്ചു. പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയല്ല സൂര്യനാണെന്ന് അദ്ദേഹം വായിച്ചു. ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും സൂര്യനെ വലം വയ്ക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം നിരീക്ഷിച്ചു, കോപ്പർനിക്കസ്. അപ്പൊ കോപ്പർനിക്കസിന്റെ വിപ്ലവകരമായ ഈ കണ്ടുപിടുത്തത്തിനെ നമ്മുടെ ഗലീലിയോ ഗലീലി, ജോഹന്നാസ് കെപ്ലർ അപ്പോ ഇവര് കൂടുതൽ വ്യക്തമായിട്ട് അവതരിപ്പിച്ചു. സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് ഗ്രഹങ്ങളുടെ വേഗതയിൽ വ്യത്യാസം വരുന്നെന്ന് കെപ്ലർ കണ്ടെത്തി. ഇത് 17-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ ഐസക് ന്യൂട്ടൺ ഗുരുത്വാകർഷണ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നതിനെ ശക്തമായി സ്വാധീനിച്ചു കേട്ടോ. അപ്പോ ഗലീലിയോ ഗലീലി താൻ നിർമ്മിച്ച ദൂരദർശിനിയുടെ സഹായത്താൽ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങള്, ശനിയുടെ വലയങ്ങള് എന്നിവ കണ്ടെത്തി. ആ കാലത്താണ്, അത്ര അഡ്വാൻസ്ഡ് ഒന്നുമല്ല ആ ടെലസ്കോപ്പ്, എന്നിട്ടും അദ്ദേഹം അത് കണ്ടുപിടിച്ചെന്നുള്ളതാണ്. അപ്പൊ ഈ ഗ്രഹങ്ങളുടെ ഒക്കെ കാര്യം പറഞ്ഞതാ. ഏറ്റവും കൂടുതൽ ഈ മൂണുള്ള ഗ്രഹം ഏതാണ്? ഇപ്പൊ സാറ്റലൈറ്റുകളുള്ള ഗ്രഹം ഏതാണ്? സാറ്റേൺ ആണ്. ഇപ്പൊ ശനിയല്ലേ? സാറ്റേൺ. അതെ അതെ അതെ, 146 എണ്ണം ഉണ്ട് കേട്ടോ. അതിന് 146 സാറ്റലൈറ്റുകളുണ്ട് അതിന്. ഓക്കെ. ഏറ്റവും വലിയ ഗ്രഹം അറിയാലോ, വാതക ഭീമൻ. വ്യാഴം. അതെ, ജൂപ്പിറ്റർ. ഇതൊന്നും വരത്തില്ല ഇപ്പൊ. അപ്പോൾ ഈ നവോത്ഥാനം, വ്യാഴത്തിന്റെ 4 ഉപഗ്രഹം കണ്ടുപിടിച്ചത് നേരത്തെ. 3. നമ്മുടെ ഇയാളാണോ, ഗലീലിയോ ആണോ? യൂറോപ്പ. ഗലീലിയോ. യൂറോപ്പ. 3 ഓക്കെ. ഗാനിമീഡ് ആയിരിക്കും ഒന്ന്, കാലിസ്റ്റോയും ഗാനിമീഡും അല്ലയോ? അതെ അതെ, അത് തന്നെ. അത് പറഞ്ഞപ്പോഴാ, ജൂപ്പിറ്ററിന് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാവോ ചന്ദ്രൻ? 80-81 ആണ്. അത് കൂടിയായിരുന്നു, 95 എണ്ണം ഉണ്ട്. ഓക്കെ. ഈ യൂറോപ്പയില് നമുക്ക് സമാനമായ ഇതൊക്കെയാണെന്നാ പറയുന്നത്. വെള്ളം ഉണ്ടെന്നാ പറയുന്നത് യൂറോപ്പയില്. അപ്പം വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ജീവന്റെ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് യൂറോപ്പ. ഓക്കെ. അപ്പൊ അത് ഓക്കെ. നമുക്ക് നവോത്ഥാനം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നവോത്ഥാനം ഈ വൈദ്യശാസ്ത്ര രംഗത്തും ശരീരശാസ്ത്ര രംഗത്തും എല്ലാം നേട്ടങ്ങൾ കൈവരിച്ചു. സ്വിറ്റ്സർലൻഡുകാരനായ പാരസെൽസസ് രോഗങ്ങളുടെ കാരണം അന്വേഷിക്കുകയും അവയുടെ പ്രതിവിധികൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു. ആൻഡ്രിയസ് വെസാലിയസ് മൃതശരീരങ്ങളെ കീറിമുറിച്ച് പരിശോധിക്കുകയും ശരീരശാസ്ത്രത്തിന് പുതിയ അറിവ് സമ്മാനിക്കുകയും ചെയ്തു. ഓക്കെ. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഇന്ത്യയില് ഇതുപോലെ ഫാദറായിട്ട്, അതായത് മെഡിസിന്റെ ഫാദറായിട്ട് അറിയപ്പെടുന്ന ആരാണ്? ഈ ആയുർവേദവും ഒക്കെ ചരകന്. ഓക്കെ. അപ്പോ ഈ ഫാദർ ഓഫ് മോഡേൺ മെഡിസിൻ എന്നറിയപ്പെടുന്ന ആരാന്നറിയാവോ? ഫാദർ ഓഫ് മോഡേൺ മെഡിസിൻ അതൊരു പഴയ ചിന്തകനാണ് കേട്ടോ, ഹിപ്പോക്രാറ്റസ്. ഗ്രീക്കുകാരനായ അയാള്.
അതെ അതെ ഓക്കെ. അപ്പോ ഇനി നമുക്ക് നോക്കാനുള്ള മതനവീകരണമാണ് കേട്ടോ, റിഫോർമേഷൻ. ഇപ്പോ ഈ നവോത്ഥാനത്തിന്റെ സ്വാധീനം യൂറോപ്പിലെ മതരംഗത്തും പ്രതിഫലിച്ചു. അത് നമ്മൾ ആദ്യം മുതൽ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറാസ്മസിനെ പോലെയുള്ള മാനവികതാവാദികൾ രചിച്ച ആക്ഷേപഹാസ്യ കൃതികളും ജോൺ വൈക്ലിഫ്, ജോൺ ഹസ്, സവോനാറോള തുടങ്ങിയവരുടെ വിമർശനങ്ങളും കത്തോലിക്ക സഭയിൽ നിലനിന്നിരുന്ന ചില പ്രവണതകൾക്കും വിശ്വാസങ്ങൾക്കും എതിരായി പ്രതിഷേധങ്ങൾ രൂപം കൊള്ളുന്നതിന് പശ്ചാത്തലമൊരുക്കി. അപ്പോ ജനങ്ങളിൽ നിന്നും പണം സമാഹരിക്കാനായി പുറത്തിറക്കിയ പാപവിമോചന പത്രത്തിന്റെ ഇന്റലിജൻസിന്റെ വിൽപ്പനയായിരുന്നു അക്കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയത്. ഇപ്പോ പാപവിമോചന പത്രം പണം നൽകി വാങ്ങിയാല് പാപങ്ങളിൽ നിന്ന് മോചനം നേടാമെന്ന് ഈ മതത്തിൽ പുരോഹിതന്മാര് ജനങ്ങളോട് പറഞ്ഞു. പക്ഷെ അതിന്റെ വിൽപ്പനയിലൂടെ ശേഖരിക്കുന്ന പണം കൊണ്ട് ആശുപത്രികള്, കത്തീഡ്രലുകള് തുടങ്ങിയവ നിർമ്മിക്കുക എന്നതായിരുന്നു സഭാ നേതൃത്വത്തിന്റെ ലക്ഷ്യം. ഇതിന്റെ വിൽപ്പനയ്ക്കായിട്ട് ജോഹാൻ ടെറ്റ്സൽ എന്ന ഡൊമിനിക്കൻ സന്യാസി കേട്ടോ, ഡൊമിനിക്കൻ പ്രീസ്റ്റ് ജർമ്മനിയിലെത്തി. ജോഹാൻ ടെറ്റ്സൽ. ഇപ്പൊ പാപവിമോചന പത്രത്തിന്റെ വിൽപ്പനയിൽ പ്രതിഷേധിച്ച് ജർമ്മനിയിലെ വിറ്റൻബർഗ് ദേവാലയത്തിന്റെ വാതിലിൽ 1517 മാർട്ടിൻ ലൂഥർ എന്ന പുരോഹിതൻ തന്റെ 95 പ്രബന്ധങ്ങൾ 95 തീസിസ് പതിപ്പിച്ചു. അപ്പൊ ഇത് പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനം എന്ന മതനവീകരണത്തിന്റെ പ്രസ്ഥാനമായിട്ട്, അതിന്റെ ആരംഭമായിട്ട് കണക്കാക്കുന്നു. അപ്പം മനസ്സിലായല്ലോ ഇത് എവിടെ ആയിരിക്കും പ്രൊട്ടസ്റ്റന്റ്. അപ്പോ അത് പറഞ്ഞപ്പോൾ ഈ പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനം നമ്മൾ പഠിച്ചേക്കുന്ന എവിടാണ് കൂടുതലായിട്ട്? ഒരു രാജാവും റാണിയും പ്രൊട്ടസ്റ്റ് മതവിശ്വാസികളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇംഗ്ലണ്ടില് അതെ അതെ അതെ. അപ്പോ ഇവിടെ ആയിരുന്നു അപ്പൊ അതിന്റെ തുടക്കം. അപ്പോ ഒരു ആശയപരമായ സംവാദം മാത്രമാണ് മാർട്ടിൻ ലൂഥർ ഇതിലൂടെ ലക്ഷ്യമിട്ടത്. ജർമ്മനി പകരം ലാറ്റിൻ ഭാഷയിലാണ് അദ്ദേഹം തന്റെ പ്രബന്ധങ്ങൾ തയ്യാറാക്കിയത്. എന്നാൽ അജ്ഞാതരായ ചിലര് ഇത് ജർമ്മൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി പ്രചരിപ്പിച്ചു. തുടർന്ന് അദ്ദേഹം സഭയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചു. ജർമ്മനിയിലെ സർവകലാശാലകളും മതനവീകരണത്തിന് പശ്ചാത്തലമൊരുക്കി. മാർട്ടിൻ ലൂഥറിന്റെ പ്രൊട്ടസ്റ്റന്റ് മതനവീകരണത്തിന് കേന്ദ്രമായി പ്രവർത്തിച്ചത് അദ്ദേഹം അധ്യാപകനായിരുന്ന ജർമ്മനിയിലെ വിറ്റൻബർഗ് സർവകലാശാലയായിരുന്നു കേട്ടോ. വിറ്റൻബർഗ് സർവകലാശാല പുരോഹിതരുടെയും മതകോടതികളുടെയും അധികാരത്തെ നിയന്ത്രിക്കാൻ ആഗ്രഹിച്ച ഭരണാധികാരികളുടെ താല്പര്യങ്ങളും മതനവീകരണത്തിന് കരുത്തു പകർന്നു. നികുതി പിരിവിലും ദേവാലയങ്ങളിലെ നിയമനങ്ങളിലും പുരോഹിതർക്കുണ്ടായിരുന്ന അധികാരത്തെയും അപ്രമാദിത്വത്തെയും ഭരണാധികാരികൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ജർമ്മനിയിൽ ആരംഭിച്ച മതനവീകരണം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. സ്വിറ്റ്സർലൻഡിൽ ഉൾറിച്ച് സ്വിംഗ്ലി, ജോൺ കാൽവിൻ എന്നിവരും ഇംഗ്ലണ്ടിൽ രാജാവായ ഹെൻറി 8-നുമാണ് മതനവീകരണത്തിന് നേതൃത്വം നൽകിയത്. കണ്ടോ, ജർമ്മനിയിലാണ് ഉദയം ചെയ്തത് അല്ലേ? പിന്നെ യൂറോപ്പ് ഒട്ടാകെ അത് വ്യാപിക്കുക. ഇംഗ്ലണ്ടിൽ രാജാവ് തലവനായ ആംഗ്ലിക്കൻ സഭ നിലവിൽ വന്നു. ഇത് ദേശീയ സഭ അല്ലെങ്കിൽ നാഷണൽ ചർച്ച് എന്നറിയപ്പെട്ടു. അപ്പോ മതനവീകരണത്തെ തുടർന്ന് കത്തോലിക്ക സഭ സ്വയം നവീകരിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. അപ്പോൾ അതിനെയാണ് മത നവീകരണം, കൗണ്ടർ റിഫോർമേഷൻ എന്നറിയപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് വടക്കൻ ഇറ്റലിയിലെ ട്രെൻഡറിൽ സഭാ നേതൃത്വത്തിന്റെ ഒരു സമ്മേളനം, സുന്നഹദോസ് കേട്ടോ, നമ്മുടെ ഒരെണ്ണം ഉണ്ട്, ഉദയംപേരൂർ സുന്നഹദോസ് അല്ലേ ഇവിടെ? അതെ അതെ. അത് ഓർമ്മയുണ്ടോ? വർഷം ഓർമ്മയുണ്ടോ? 1613 അല്ലേ? 1613. 1599 അല്ലേ? അത് മറ്റേ കൂനം അതും ഒരു. അപ്പൊ കൂനം കുരിശല്ലേ? ഇതേത് കൊല്ലം അപ്പം നോക്കണേ. ഇത് 613. 1613 അല്ലേ? ഓക്കെ. അപ്പോ അതേപോലെ അപ്പൊ ഈ വാക്ക് കണ്ടപ്പോ ഓർത്തന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തു. മതരംഗത്തെ തെറ്റായ പ്രവണതകളെ ഒഴിവാക്കി പരിഷ്കരണമായി മുന്നോട്ട് പോകുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. തൽഫലമായി പാവവിമോചന പത്രം, ഇന്റലിജൻസ്, അപ്പോ ഇതിന്റെ വിൽപ്പന നിരോധിച്ചു.
വിശ്വാസികൾ വായിക്കാൻ പാടില്ലാത്ത പുസ്തകങ്ങളുടെ പട്ടികയായ ഇൻഡെക്സ് പ്രസിദ്ധീകരിച്ചു. മധ്യകാലത്ത് നിലനിന്നിരുന്ന മതവിചാരണ കോടതി പുനഃസ്ഥാപിച്ചു. കേട്ടോ, മതവിചാരണ കോടതി, ഇൻക്വിസിഷൻ. സ്പെയിൻകാരനായ ഇഗ്നേഷ്യസ് ലൊയോള എന്ന പുരോഹിതൻ സ്ഥാപിച്ച സൊസൈറ്റി ഓഫ് ജീസസ് എന്ന സഭയും പ്രതിമത നവീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ചു. ഇതിലെ അംഗങ്ങൾക്ക് കർശനമായ അച്ചടക്കവും ചോദ്യം ചെയ്യാതെയുള്ള അനുസരണയും ബാധകമായിരുന്നു. വിദ്യാലയങ്ങൾ സ്ഥാപിച്ചുകൊണ്ടും മതപ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടും കത്തോലിക്കാ സഭയുടെ മേധാവിത്വം ഉറപ്പിക്കാൻ അവർ ശ്രമിച്ചു. കത്തോലിക്കാ സഭയിൽ അക്കാലത്ത് നിലനിന്നിരുന്ന നിരവധി തെറ്റായ പ്രവണതകളെ ഇല്ലാതാക്കാൻ പ്രതിമത നവീകരണത്തിന് കഴിഞ്ഞു. അപ്പോ പ്രതിമത നവീകരണം തന്നെയാണ് എങ്ങനെ അറിയപ്പെടുന്നത്? കത്തോലിക്ക മത നവീകരണം എന്നും അറിയപ്പെടുന്നത്. അപ്പോ ഗ്രീക്കോ റോമൻ കാലം മുതൽക്കേ നിലനിന്നിരുന്ന മാനവിക ആശയങ്ങളുടെ വികാസ പരിണാമ ഘട്ടത്തെയാണ് നമ്മൾ നവോത്ഥാനം എന്ന് വിളിക്കുന്നത്. പ്രാചീന മധ്യകാലത്തിന്റെ തുടർച്ച കൂടിയായിരുന്നു എന്ത്? നവോത്ഥാനം. മനുഷ്യനും മനുഷ്യന്റെ ആവശ്യങ്ങൾക്കും സാധ്യതകൾക്കും സവിശേഷതകൾക്കും കേന്ദ്രസ്ഥാനം നൽകുന്ന മാനവികതയാണ് നവോത്ഥാനത്തിന്റെ കാതൽ. യൂറോപ്പും ഇതര സമൂഹങ്ങളുമായിട്ടുള്ള പരസ്പര ബന്ധത്തിലൂടെയും വ്യാപാര വിനിമയങ്ങളിലൂടെയും വളർന്നു വന്ന നവോത്ഥാനം ലോകത്തെ മുഴുവൻ സ്വാധീനിച്ചു.